ഹലോ, ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും അതേപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് ടോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ഞാൻ പ്രത്യേകത ടേസ്റ്റിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ ചെയ്യുന്നതിനേക്കാളും വേറിട്ടൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കയുടെ കുരു പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങാപ്പാലാണ്. അപ്പോൾ കട്ടിയുള്ള 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഇതൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മളെ ബ്രെഡ് ടോസ്റ്റിന്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബട്ടറും ഗീയോ ആണ് ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നമ്മളെ മുട്ടയിലെ മിക്സിലോട്ട് ബ്രെഡ് വെച്ച് നന്നായിട്ട് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ പാനിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഭാഗം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഇടയ്ക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളായിട്ടുള്ള അതേപോലെ ഈസി ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവർ തന്നെയുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ടൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.